നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം, ശ്രീരാമചന്ദ്ര ശരണം, സർവേശ്വര. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചെറിയ ഓഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാമായണ മാസമാണ്, എല്ലാവരും രാമായണം വായിക്കുന്നുണ്ട് നിത്യം. സങ്കടം എന്താ വെച്ചാൽ രാമായണ മാസത്തിൽ മാത്രമേ രാമായണം വായിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എല്ലാപ്പോഴും എപ്പോൾ വേണമെങ്കിലും വായിക്കാവുന്നതാണ്. അത് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും വാസ്തവത്തിൽ അതിനൊന്നുമില്ല. പലരും ഇതൊക്കെ ഇതിഹാസങ്ങൾ നമ്മുടെ ഭക്തിക്ക് വേണ്ടിയിട്ട്, ഭക്തി വളരാനും മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് ജീവിതത്തിൽ വിജയം കിട്ടാനും, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്നാൽ പോലും സങ്കടങ്ങൾ അനുഭവിക്കണമെന്നും അതിനൊക്കെ പൊരുതി തന്നെയാണ് ഈശ്വരനായിട്ട് നിലകൊണ്ടിട്ടുള്ളതെന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊക്കെ ശരിക്കും ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ പാരായണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിന് ദീക്ഷ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അനവധി വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് പറയണം. ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഗുരു. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊന്നും അന്വേഷിച്ച് നടന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്ന് വെച്ചിട്ട് നമുക്കിതൊന്നും ഇതിൻ്റെയൊക്കെ സൽഫലങ്ങൾ അനുഭവിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ഇത് മന്ത്രമൊന്നുമല്ല നമ്മൾ ചെല്ലുന്നത്. മന്ത്രമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഗുരു വേണം, ദീക്ഷ വേണം, അതെല്ലാം വേണം. പക്ഷേ സ്തോത്രങ്ങളും അതേപോലെ ഇങ്ങനെ രാമായണം പോലുള്ള ഇതിഹാസങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്പെടണം. വരുന്ന തലമുറകളിലേക്ക് നമുക്കിത് പകർന്നു കൊടുക്കാനും സാധിക്കണം. രാമായണത്തിൻ്റെ പാരായണം, നിത്യപാരായണം എന്ന് തന്നെ പറയാം. അതുപോലെ അത് കേൾക്കുക, വായിക്കുക, കേൾക്കുക, ഇത് രണ്ടും എല്ലാവിധത്തിലുള്ള അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു തരുന്ന, ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചിലരല്ല കുറേയധികം മെസ്സേജസ് ഇപ്പോൾ കഴിഞ്ഞ കർക്കിടകത്തിലും വന്നിരുന്നു. അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണയും കുറേ പേരായിട്ട് ചോദിക്കുന്നു, രാമായണത്തിൻ്റെ പാരായണ ഫലങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ വായിച്ചാലാണ് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൽഫലം എങ്ങനെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ട് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് രാമായണം വായിക്കണതും രാമായണത്തിനെ പകുത്തിട്ട് ഭാവി ഫലം നോക്കുക, ഇതൊക്കെ പതിവായിരുന്നു. ചരിത്രപരമായിട്ട് നോക്കിയാൽ തന്നെ അതിനുള്ള തെളിവുകൾ കാണാം. പണ്ട് കർക്കിടക മാസത്തിൽ വീടുകളിൽ എന്താ പറയുക, ശ്രീ ഭഗവതിയെ ശിവോതിയെ വയ്ക്കലും ചേട്ട ആട്ടിപ്പുറത്താക്കലും കഴിഞ്ഞിട്ട് ശിവോതിയെ വയ്ക്കുക എന്നുള്ളൊരു ചടങ്ങും അതിൻ്റെ ഒപ്പം തന്നെ രാമായണം വായിക്കലൊക്കെ ഉണ്ടായിരുന്നു. നിത്യേന തന്നെ വായിച്ചിരുന്നു. രാമായണവും ഭാരതവും ഭാഗവതവും ഒക്കെ വായിച്ചിരുന്നു. പക്ഷേ ഇതൊരു കർക്കിടക മാസത്തിൽ മാത്രമാണ് വായിക്കേണ്ടതെന്നുള്ള മാതിരി ആയിത്തീർന്നത് 80കളിൽ ചില എന്താ പറയുക, അന്നത്തെ ഇത് നശിച്ചു പോകണു ഈ സമ്പ്രദായം എന്ന് കണ്ടിട്ട് അന്നത്തെ ചില മഹാത്മാക്കൾ അതിനെ ആഹ്വാനം ചെയ്യും. അന്നത്തെ പത്രമാധ്യമങ്ങൾ വരെ അതിനെ കളിയാക്കി എഴുതുകയും ചെയ്തു. ഇന്നിപ്പോൾ അവർ തന്നെ എല്ലാ ദിവസവും രാമായണം സ്പെഷ്യൽ കോളം വയ്ക്കുന്നുണ്ട്. അത് കാലത്തിൻ്റെ കളി. എന്താണെങ്കിലും രാമായണം ഏത് കാലത്തും വായിക്കാവുന്നതാണ്. നമ്മുടെ ഏത് ഉദ്ദിഷ്ട കാര്യങ്ങളും അഭീഷ്ടം സാധിക്കുന്നതിനും അതിന് വായിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങൾ, അതിന് നമ്മൾ എന്ത് തരം മനസ്സിൻ്റെ എന്ത് സങ്കല്പം വെച്ചിട്ടാണ് അത് വായിക്കേണ്ടത്, ഇതൊക്കെ ആചാര്യന്മാർ പൂർവികർ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ കാണിച്ചു തന്നിട്ടുള്ളത്, കുട്ടിക്കാലം തൊട്ടിട്ട് പല സ്ഥലത്തുനിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പങ്കുവയ്ക്കാം. ഇതൊരു സമഗ്രമായിട്ടുള്ള ഒരു വിവരണമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാം. എപ്പോഴും നമ്മൾ ഈ വായന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആരാണ്, അതായത് നമ്മുടെ പേര്, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര്, അവരുടെ മകനായിട്ടുള്ള ഇന്ന തറവാട്ടിലോ ഇന്ന സ്ഥലത്തോ ഇന്ന ഗ്രാമത്തിലോ ജനിച്ചിട്ടുള്ള ആൾ ആയിട്ടുള്ള ഞാൻ ഇന്ന കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വായന തുടങ്ങണു എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പം വെക്കണം. ആ സങ്കല്പം വയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച്, നമ്മുടെ ഗുരുനാഥനെ പ്രാർത്ഥിച്ച്, നമ്മുടെ പരദേവതകളെയും സർപ്പങ്ങളെയും പ്രാർത്ഥിച്ച്, നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം പ്രാർത്ഥിച്ചിട്ട് കുറച്ച് വെള്ളം ഒരു സ്പൂണിൽ കയ്യിലെടുത്തിട്ട്, ഒരു പാത്രം വെള്ളം വയ്ക്കുക മുന്നിൽ, ചെറിയ പഞ്ചപാത്രത്തിലോ കിണ്ടിയിലോ എന്താ വെച്ചാൽ വയ്ക്കുക. കുറച്ച് വെള്ളം വലത്തെ കയ്യിലെടുത്തിട്ട് അത് കയ്യിലെടുത്ത് പിടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തം പേരും, നമ്മൾ ആരുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് പറഞ്ഞിട്ട്, എവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ തറവാട്ട് പേര് എന്താ വെച്ചാൽ അത് പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് രാമായണത്തിൻ്റെ ഈ ഭാഗം വായിക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കല്പിച്ചിട്ട് അത് സാർത്ഥകമാക്കി തരണം, സഫലമാക്കി തരണം എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൈപ്പടം മുന്നോട്ട് വീഴ്ത്തിയിട്ട് ഇങ്ങനെ
ചെരിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുക. നമ്മുടെ നടുവിരലിൽ കൂടെയും ആ മോതിരവിരലിൻ്റെയും ചൂണ്ടുവിരലിൽ കൂടെയായിട്ട് അതിങ്ങനെ ആ വെള്ളം അങ്ങനെ മുന്നിലേക്ക് വീണ മാതിരി നമ്മൾ ഒഴിക്കുക. അത് വെള്ളം വെറുതെ നിലത്ത് ഒഴിക്കുന്ന വരെ അവിടെ ചെറിയൊരു പ്ലേറ്റ് എന്തെങ്കിലും വെക്കാം. അതാണ് സങ്കല്പം വെക്കേണ്ടത്. വായന തുടങ്ങുന്നതിന് മുൻപേ എന്തായാലും നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവണം. ഒന്നുകൂടി കിഴക്കോട്ടും പടിഞ്ഞാട്ടുമായിട്ട് തിരികളിടുക, അതല്ലെങ്കിൽ 5 തിരി വയ്ക്കുക. ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ചിട്ട് ഒരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് 2 പഴമോ ശർക്കരയോ അല്ലെങ്കിൽ ഇത്തിരി അവിലോ എന്തെങ്കിലും ഒന്ന് ഹനുമാനെന്ന് പറഞ്ഞിട്ട് വെക്കണം. അത് മസ്റ്റാണ്. മാത്രമല്ല അതിനുശേഷം രാമായണത്തിൻ്റെ രചയിതാവ്, ആദ്യത്തെ രാമായണം, നമുക്കിന്ന് മനുഷ്യന് കിട്ടിയിട്ടുള്ള രാമായണം, അതിനു മുമ്പ് എത്ര രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ രാമായണം വാൽമീകി മഹർഷിയുടെ രാമായണമാണ്. അതുകൊണ്ട് ആ മഹർഷിയെ മനസ്സുകൊണ്ട് എല്ലാവരും സാഷ്ടാംഗം നമസ്കരിച്ച് ആ മഹർഷിയെ വന്ദിക്കണം. അതിനുശേഷം ഹനുമാൻ സ്വാമിയെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ആ ഭഗവാനെയും വന്ദിക്കണം. അത് ആ സമയത്ത് നമുക്ക് അറിയണ ഏതെങ്കിലും ശ്ലോകം ചെല്ലാം ഹനുമാൻ സ്വാമിയുടെ. അതൊന്നും എന്താ പറയുക, തെറ്റൊന്നുമല്ല, നല്ല കാര്യമാണ്. അതിനുശേഷം നമ്മൾ ശ്രീരാമചന്ദ്രസ്വാമിയെ ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും ഹനുമാൻ സ്വാമിയുടെ ഒപ്പം നിൽക്കുന്ന രൂപത്തിലായിട്ട് സങ്കല്പിച്ചിട്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. സാധിക്കുന്നവർ ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമാന്ന് 108 പ്രാവശ്യം ജപിക്കണം. സാധിക്കണവർ, ചെയ്യാൻ സാധിക്കാനുള്ള സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു കാര്യം നടക്കാനാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചാടിക്കയറിയിട്ട് ആ കാര്യസാധ്യത്തിന് വായിക്കേണ്ട ഭാഗത്തേക്ക് വേഗം പോകും, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോകരുത്. ഇതൊക്കെ രാവിലെയാണ് ചെയ്യേണ്ടത്. വൈകുന്നേരത്തോ ഉച്ചയ്ക്കൊന്നും ചെയ്യുന്നതിനെക്കാട്ടിലും രാവിലെ വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാലകാണ്ഡത്തിലെ ശ്രീരാമചന്ദ്രാജയ എന്ന് പറഞ്ഞിട്ട് ഉമാമഹേശ്വര സംവാദമുണ്ട്. അതിൻ്റെ എന്താ പറയുക, ആ തൊട്ട് മുൻപ് വരെയുള്ള ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപദം വന്ദിക്കുന്നതെന്ന് വരെ ഉള്ള ഒരു സ്തുതിഭാഗമുണ്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ തുടങ്ങിയിട്ട് ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപദം വന്ദിക്കുന്നേൻ എന്നുവരെയുള്ള ഭാഗം കമ്പൽസറി ആയിട്ട് വായിക്കണം. ഇത് ഏത് കാര്യസാധ്യത്തിന് വായന ഭാഗം വായിക്കുന്നതിന് മുൻപായിട്ട് വായിച്ചിട്ടുണ്ടാവണം. ഞാനിപ്പോൾ തുഞ്ചത്താചാര്യൻ്റെ ആധ്യാത്മരാമായണത്തിനെ വെച്ചിട്ടാണ് ഇത് പറയണത്. വാൽമീകി രാമായണം സംസ്കൃതം മൂലം വെച്ചിട്ടല്ല. കാരണം ഇതാണ് നമുക്ക് സാധാരണക്കാർക്ക് എളുപ്പം വായിക്കാൻ പറ്റുന്നത്. ഇതിനൊരു സവിശേഷ സിദ്ധി തന്നെയുണ്ട്. അതുകൊണ്ട് ആധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് ഞാനിപ്പോൾ ഇതിന് എടുത്തിരിക്കണം. അപ്പോൾ ഈ ഭാഗം നമുക്ക് അഭീഷ്ടസിദ്ധിക്ക് വായിക്കേണ്ട ഏതേത് ഭാഗങ്ങൾ വേണമെന്ന് ഞാൻ ഇനി വരുന്ന വഴിയെ പറയാം. പക്ഷെ അതിനു മുൻപ് ഇത്രയും കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ബാലകാണ്ഡത്തിൽ ഈ ഭാഗം വായിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, അതായത് എന്താണോ നമുക്ക് നടന്നു കാണേണ്ടത്, ആ നടന്നു കാണേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കേണ്ട ഭാഗങ്ങൾ പറയാം. ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് സന്താനലബ്ധിക്കായിട്ടാണ് ഞാൻ പൊതുവിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ബെനിഫിറ്റുകൾക്ക് വേണ്ടിയുള്ള വായന ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, ഞാൻ പറയാറുമില്ല അധികം. എന്നാലും ഇതിപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയെങ്കിലും രാമായണം എല്ലാവരും വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. തീർച്ചയായിട്ടും ഇത് ആഗ്രഹത്തോട് കൂടിയിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും, അത് യാതൊരു സംശയമില്ല. പക്ഷെ ഭഗവാനോട് നന്ദി ഉണ്ടായിരിക്കുക. ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതൊക്കെ വായിക്കുമ്പോഴും ഭഗവാനെ എനിക്ക് അർഹതയുണ്ടെങ്കിൽ ഞാനിതാ വായിക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള ഫലം എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് വായിക്കണം. അല്ലാണ്ട് എനിക്കിത് വേണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ നിന്ന് പിടിച്ചു വാങ്ങരുത്. ഇത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണ കാര്യം പറയുമ്പോൾ പറയാറുള്ളതാണ്. എന്താണെങ്കിലും സന്താനലബ്ധിക്ക് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് ബാലകാണ്ഡത്തിലെ പുത്രകാമേഷ്ടിയുടെ ഭാഗം വരും. അവിടെ തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള വരി തുടങ്ങിയിട്ട് ഗർഭവും പൂർണ്ണമായി ചമഞ്ഞതു കാലമർഭകന്മാരും 4 പിറന്നാരുടനുടൻ എന്ന് വരെ, ആ ഉടനുടൻ എന്ന് പറഞ്ഞിട്ട് വരെയുള്ള ഭാഗം വരെ വായിക്കുക. ഇത് നിത്യേന വായിക്കുക. ഇത്ര പ്രാവശ്യം വായിക്കാമെന്നൊന്നുമില്ല. അത് ഒരു വായിച്ചാൽ മതി, ഒരു ആവർത്തി വായിച്ചാൽ മതി. ഇനി എന്താ പറയുക, ഈ കല്യാണം നടക്കാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടും അതിലൊരു സൗഖ്യമില്ലാത്തവർക്കൊക്കെ ബാലകാണ്ഡത്തിൽ തന്നെ എന്താ പറയുക, സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും എന്നുള്ള വരിയിൽ തുടങ്ങിയിട്ട് ഹോമവും കഴിച്ചുതൻ പുത്രിയാം വൈദേഹിയെ രാമന് നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും എന്നുള്ള ഭാഗം വരെ നിത്യവും രാവിലെ പാരായണം ചെയ്യണത് വളരെ ഉത്തമമാണ്. ദാമ്പത്യ സൗഖ്യത്തിന്, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാൻ ഇതൊക്കെ വളരെ നല്ലതാണ്.
കുഞ്ഞുങ്ങളുണ്ടാവണതിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുമാതിരി ഇനി പ്രസവം ബുദ്ധിമുട്ടാവുകയാണ്, കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛനോ ഒക്കെ വായിക്കാം. പക്ഷെ അമ്മ വായിക്കുന്നതും ഭർത്താവ് വായിക്കുന്നതിനും വിശേഷം കൂടും. അവനവനും വായിക്കാം. അവനവൻ്റെ ആരോഗ്യസ്ഥിതി നല്ലതാണ്, മുൻകൂട്ടി അറിയാണ് ഡെലിവറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവുന്നതാണെങ്കിൽ ഗർഭിണി തന്നെ വായിക്കുന്നത് നല്ലതാണ്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ ബാലകാണ്ഡത്തിൽ അവിടം തുടങ്ങിയിട്ട് കൗസല്യയുടെ ഒരു സ്തുതിയുണ്ട്. ആ സ്തുതിയുടെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള നമസ്തേ നാരായണ, നമസ്തേ നരകാരേ, നമസ്തേശ്വര ശൗരേ, നമസ്തേ ജഗൽപദേ, സമസ്തേശ്വര ശൗരേ, നമസ്തേ ജഗൽപദേ, അതുവരെ വായിക്കണം. അതാണ് സുഖപ്രസവത്തിനൊക്കെ ആയിട്ട് വായിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ എന്താ പറയുക വരികയാണ് എന്നുണ്ടെങ്കിൽ ആപത്തുകളെ നമുക്ക് മാറാനായിട്ട് വിഭീഷണൻ ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിക്കണ ഭാഗത്ത് രാമ രാമ രമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയ എന്നൊരു സ്തുതിയുണ്ട്. അതിൽ മുക്തിപ്രിയായ മുകുന്ദായതേ നമ എന്ന് വരെ കുറഞ്ഞത് 42 ദിവസമെങ്കിലും ഒരു മണ്ഡലകാലം എങ്കിലും വായിക്കണം. ഇതൊന്നും കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിൽ വായിക്കാം. അതുമാതിരി കുട്ടികൾക്ക് പരീക്ഷകൾ ജയിക്കാനും വിദ്യാഭ്യാസത്തിലൊക്കെ ഒന്ന് മുന്നോട്ട് പോകാനും ഭാർഗവൻ്റെ ദർപ്പശമനുണ്ട്. പരശുരാമസ്വാമിയുടെ അഹങ്കാരം ശമിപ്പിച്ച ഭാഗത്തിൽ ബാലകാണ്ഡത്തിൽ തന്നെ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടം തുടങ്ങിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം പറച്ചിലാണ് പരശുരാമസ്വാമിയുടെ. അവിടം തൊട്ടിട്ട് ശ്രീരാമ ദശരഥനന്ദന ഹൃഷീകേശ, ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്തുതി, ശ്രീരാമസ്വാമിയെ പരശുരാമസ്വാമി സ്തുതിക്കണ വരെയുള്ള ഭാഗം വരെ വായിക്കാം. അത് എത്ര പഠനകാലം മുഴുവൻ വായിക്കാം, കുട്ടികൾക്ക് വായിക്കാം. കുട്ടികളാണ് വായിക്കേണ്ടത്. അത് വളരെ വിശേഷമായിട്ടുള്ളൊരു ഭാഗമാണ്. ഇനി ഉദ്യോഗം കിട്ടാനൊക്കെ ലക്ഷ്മണോപദേശത്തിൻ്റെ ഭാഗത്ത് സീത ശ്രീരാമസ്വാമിയെ എന്താ പറയുക, ശ്രീരാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോകാനായിട്ട് ശ്രീരാമനെ പ്രേരിപ്പിക്കുമ്പോൾ അത് പല വിധത്തിലും പല പല ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ശ്രീരാമസ്വാമിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്ത് മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശ്ശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികയെ നിന്നു വണങ്ങിനാൻ, ഇങ്ങനെയുള്ള ആ ഭാഗം ഒരു പ്രാവശ്യം വായിക്കുക. അതിനുശേഷം യാത്രാദാനം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ വസ്ത്രാഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോള മാതരാൽ എന്ന് പറഞ്ഞിട്ട് വരണ ഭാഗം. ആ വരി തൊട്ടിട്ട് ജാനകീദേവിയും അമ്പോടരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൻ, അതുവരെ ഉള്ള വരികൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരവും വായിക്കണം. ഈ ഭാഗം ഇങ്ങനെ ഈ ക്രമത്തിൽ ഈ ലക്ഷ്മണോപദേശത്തിൽ ഈ ഭാഗത്തിൽ ആദ്യ മാതൃവചനം എന്നുള്ളത് തുടങ്ങണ ആ ശ്ലോകം ചൊല്ലിയിട്ട് ആ വരികൾ വായിച്ചതിന് ശേഷം ആ രാമാന്തികയിൽ നിന്ന് വണങ്ങിനാൻ വരെ വായിച്ചിട്ട് അതൊരു പ്രാവശ്യം വായിച്ചതിന് ശേഷം യാത്രാദാനം എന്നുള്ള ഭാഗത്തിൽ ഈ വസ്ത്രാഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധി ഇല്ലാതോള മാതരാൽ എന്നുള്ള വരി തൊട്ട് ജാനകീദേവിയും അമ്പോട് അരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാന്നുള്ള വരികൾ വരെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തും വായിക്കണം. അതിൽ ഈ മാതൃവചനം എന്നുള്ളത് രാവിലെ മാത്രം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ബാക്കി ഈ വരികളാണ് ഈ വസ്ത്രാഭരണങ്ങൾ എന്നുള്ള തൊട്ട് ഈ ദാനങ്ങൾ നൽകിനാൻ വരെയുള്ളത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് വായിക്കണം. അത് ജോലി കിട്ടുന്നത് വരെയും വായിക്കണം. അങ്ങനെയാണ് നിയമം. പിന്നെ ഈ എന്താ പറയുക, സുഹൃത്തുക്കൾ തമ്മിൽ പിരിഞ്ഞാലോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞാലോ കാമുകന്മാർ തമ്മിൽ പിരിഞ്ഞാലോ നമുക്ക് ആ വേർപിരിഞ്ഞു പോയ ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശത്രുതയിലായിട്ടുള്ളവരെ പോലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചെല്ലാവുന്നത് ഹനുമാൻ സ്വാമി സീതാദേവിയോട് സംസാരിക്കുന്ന ഭാഗത്ത് ഹനുമൽ സീതാ സംവാദ ഭാഗത്തിൽ ജഗതമല നയന രവിഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായ എന്നുള്ള ഹനുമാൻ സ്വാമിയുടെ ആ വാചകം അവിടെ ഹനുമൽ വാക്യം തൊട്ടിട്ട് ഇതി മധുരതരമനില തനയനുര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഭാഗം വരെ ചൂടാമണി കൊടുക്കണ ഭാഗം വരെ വായിക്കണം. അതവർ ചേർന്ന് വരുന്നത് അവരാ വിട്ടുപോയവർ നമ്മളുടെ അടുത്ത് ഐക്യമായിട്ട് വരണത് വരെയുള്ള കാലം വരെ അത് ചെല്ലണം. അതിനിങ്ങനെ ഇത്ര കാലം എന്നൊന്നുമില്ല. പിന്നെ അയോധ്യാകാന്ഡത്തിൽ വളരെ വിശേഷമായിട്ടുള്ളൊരു സ്തുതിയുണ്ട്.
അത് കുട്ടികൾ, നമ്മുടെ മക്കൾ ശരിയായ മാർഗത്തിലല്ല പോണത്. അവർ തലതിരിഞ്ഞ് നടക്കണു, അവർക്ക് ഈശ്വരഭക്തി ഇല്ല, അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണു, അല്ലെങ്കിൽ പറഞ്ഞത് കേൾക്കുന്നില്ല, പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അനുസരണക്കേട് കാണിക്കണു എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകണ്ടെങ്കിൽ അതിനും ഇനി പോകാത്ത കുട്ടികൾ വഴി തെറ്റാതിരിക്കാനും അമ്മമാർക്കും അച്ഛന്മാർക്കും മാതാപിതാക്കൾക്ക് ചെല്ലാവുന്നതാണ്. അയോധ്യാകാന്ഡത്തിൽ അമ്മ ശ്രീപാർവതി ശ്രീപരമേശ്വരൻ്റെ അടുത്ത് ഭഗവാനെ സ്തുതിച്ചിട്ട് ശ്രീരാമസ്വാമിയെ സ്തുതിച്ചു പറഞ്ഞു, നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ എന്ന് ആ വരി തൊട്ടിട്ട് തൃപ്തി വരാമ വേണ്ടീല മുക്തിയും എന്ന വരി വരെ വായിക്കണം. ഇതും കാലാകാലം നമുക്ക് ആവശ്യമുള്ള കാലം വരെയും വായിക്കണം. പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ചുമതലകൾ വരും. ആ ചുമതലകൾ മര്യാദയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരിക, അതിൽ നമുക്ക് പ്രഷർ ഉണ്ടാവുക, സ്ട്രെസ്സ് ഉണ്ടാവുക, ടെൻഷൻ വരിക, ജോലി സ്ഥലത്താവാം, കുടുംബത്തിലെ കടമകളാവാം. അപ്പോൾ അതിന്ന് ഒക്കെ മറികടന്ന് നമുക്ക് നല്ല ശക്തിയോടുകൂടി, നല്ല ഇച്ഛാശക്തിയോടുകൂടി, മനോബലത്തോടും ശരീരബലത്തോടും കൂടിയിട്ട് ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ, തൃപ്തികരമായിട്ട് നമുക്കും അത് ചെയ്തു കൊടുക്കണം, ആർക്കാണോ അവർക്കും തൃപ്തിയായിട്ട് വരാൻ വേണ്ടിയിട്ട് അയോധ്യാകാന്ഡത്തിൽ തന്നെ കൗസല്യാദേവിയുടെ അടുത്ത്, അമ്മയുടെ അടുത്ത് ശ്രീരാമസ്വാമി പറയുന്നൊരു ഭാഗമുണ്ട്. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം എന്ന് പറയണ ആ വരികൾ തൊട്ടിട്ട് എന്മകനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്നീരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുക നിങ്ങൾ എന്നുള്ള വരി, ആ രക്ഷിച്ചിടുക നിങ്ങൾ എന്നുള്ള വരി വരെയും ചെല്ലണം. ഇതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആ കാര്യസാധ്യം നടന്നു കിട്ടണത് വരെയും നമ്മൾ ചെല്ലണം. പിന്നെ മോക്ഷം കിട്ടാനും പാപങ്ങൾ നശിക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അതുപോലെ ഭൂതപ്രേതാദികളുടെ ഉപദ്രവം മാറാനൊക്കെ ആയിട്ടൊക്കെയുള്ള വരികൾ ഇതുണ്ട്. അതിൽ ഈ ഭൂതപ്രേതാദികളുടെ ശല്യം മാറ്റാനായിട്ടുള്ള വരി ഞാനൊന്ന് പറയാം. അതിന് സുന്ദരകാന്ഡത്തിൽ ലങ്കാമർദ്ദനം തൊട്ടിട്ട് ലങ്കാദഹനം വരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വായിക്കുക. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ ഭൂതപ്രേതാദികളുടെ ഒരു ശല്യമുണ്ട്, അതുമാതിരി നമുക്ക് അകാരണമായിട്ടുള്ള ഭയം വരിക, രാത്രി കാഴ്ചകൾ കാണുക, ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുക, കുട്ടികൾ പേടിക്കുക, പനി വരിക, എന്തെങ്കിലും ആഭിചാരങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് തോന്നുക, ആ ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി തോന്നിക്കഴിഞ്ഞാൽ സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സ്വാമി ആ ലങ്കാമർദ്ദനം തുടങ്ങണ ഭാഗം തൊട്ടിട്ട് ലങ്ക കത്തിക്കുന്ന വരെയുള്ള ഭാഗങ്ങൾ നിത്യം സന്ധ്യയ്ക്ക് വായിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭൂതപ്രേതാദികളുടെ ഉപദ്രവം, അകാരണ ഭയം ഒക്കെ പോയിട്ട് സുഖവും ശാന്തി ഉണ്ടാവും. ഇത് അധ്യാത്മരാമായണത്തിൽ മതി, ആ ഭാഗങ്ങൾ എടുത്തു വായിക്കുക. അതുപോലെ പാപം നശിക്കാനായിട്ടും സുന്ദരകാന്ഡം തന്നെയാണ് ഏറ്റവും നല്ലത്. ആ ചൂടാമണി കൊടുത്തിട്ട്, സീതാദേവിയുടെ ചൂടാമണി കൊടുത്തിട്ട്, ആ എന്താ പറയുക, മറ്റേ അടയാളവാക്യം പറയുമല്ലോ, മുദ്രമോതിരം കൊടുത്തിട്ട് അമ്മ ചൂടാമണി ഹനുമാൻ സ്വാമിക്ക് നൽകി. ആ ഭാഗത്ത് അടയാളവാക്യം പറയണ ഭാഗമുണ്ട്. ആ അടയാളവാക്യം പറയണ അതിനെ കാകാസുര വൃത്താന്തം എന്നാ പറയുക. ചിരമമിത സുഖമൊടൊരു തപസി ബഹുനിഷ്ഠയ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധവും എന്നുള്ള വരി തൊട്ടിട്ട് അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ എന്ന ഭാഗം വരെ നിത്യേന വായിക്കുക. അതുകൊണ്ട് നമുക്ക് സർവത്ര ശുദ്ധി വരും, മനഃശുദ്ധി ഉണ്ടാവും, കർമ്മദോഷങ്ങളൊക്കെ മാറും. പൂർവ്വത്തിലും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ള ദുഷിപ്പൊക്കെ പോവും. എന്ന് വെച്ചിട്ട് വേണ്ടാത്തതൊക്കെ ചെയ്തിട്ട് ഈ ഭാഗം വായിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നല്ല ഞാൻ പറയണത്. ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചിട്ട് ഈ ഭാഗം വായിക്കുക. തീർച്ചയായിട്ടും സർവത്ര ശുദ്ധി വരും, പാപങ്ങൾ പോവുകയും ചെയ്യുന്ന. പിന്നെ മോക്ഷം കിട്ടാൻ, ജീവൻ മുക്തനായി തീരാൻ ഈ ആരണ്യകാന്ഡത്തിൽ ജടായുവിൻ്റെ സ്തുതി വായിക്കുക. അത് മുഴുവൻ വായിക്കുകയും വേണം. ജടായുസ്തുതി മുഴുവനായിട്ട് വായിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഈ ചില മാറാരോഗങ്ങളായിട്ടുള്ള, ഇപ്പോൾ എന്താ പറയുക, ഈ കഫക്കെട്ടൊക്കെ കൊണ്ട് TB പോലുള്ള സംഭവങ്ങൾ, അതൊന്നും ഇന്നില്ലെങ്കിലും പഴയ കാലത്ത് അതൊക്കെ വളരെ വ്യാപകമായിരുന്നു. അപ്പോൾ ഇന്ന് ഏത് തരം മാറാരോഗങ്ങളും, ഈവൻ ചിലപ്പോൾ ക്യാൻസറിന് പോലും നമുക്കൊരു എന്താ പറയുക, ഒരാശ്വാസം കിട്ടാനായിട്ട് നമുക്ക് ജപിക്കാവുന്നൊരു ഭാഗം ഈ യുദ്ധകാന്ഡത്തിൽ ശ്രീരാമസ്വാമിയും രാവണനുമായിട്ടൊരു യുദ്ധഭാഗം വരും. ആ യുദ്ധഭാഗത്തിൽ വരുന്ന യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ എന്ന ഭാഗം തുടങ്ങിയിട്ട് അഗസ്ത്യ മഹർഷി വരുന്നതും അഗസ്ത്യസ്തുതി, അത് കഴിഞ്ഞിട്ട് രാവണവധം തുടങ്ങണ ഭാഗത്തുള്ള രാത്രീഞ്ചരൻ്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും എന്ന വരി വരെ നിത്യേന വായിക്കുക.
അപ്പോൾ സ്കിന്നിന് വരുന്ന പ്രശ്നങ്ങൾ, ഈവൻ മനസ്സിന് വരുന്ന പ്രശ്നങ്ങൾ, അപസ്മാരം തുടങ്ങി ബുദ്ധിക്ക് തലച്ചോറിന് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ, ഇതിൻ്റെയൊക്കെ ആശ്വാസം കിട്ടാനും അതിന് മുക്തി കിട്ടാനും ഒക്കെ ആയിട്ട് ഔഷധ സേവയോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആത്മബലം വർദ്ധിപ്പിച്ച് അതിനെ എന്താ പറയുക, അതിന് മോചനം കിട്ടാനായിട്ട് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നതും വളരെ വിശേഷമാണ്. ഇതൊക്കെയാണ് ഏതാനും ചുരുക്കത്തിൽ നമുക്കൊന്ന് പറയാൻ പറ്റുന്നത്. രാമായണം മുഴുവൻ വായിക്കുക, ഒരാവൃത്തി വായിച്ച് തീർക്കുന്നത് തന്നെ വളരെ പുണ്യമാണ്. ഒരു വർഷക്കാലം കൊണ്ട് കുറഞ്ഞത് 11 പ്രാവശ്യം അധ്യാത്മരാമായണം മുഴുവൻ വായിക്കുന്നത് സർവാഭീഷ്ട സിദ്ധിക്കും സർവരക്ഷയ്ക്കും ഏറ്റവും ഉത്തമമാണ്. അത് ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. പല ദിവസങ്ങളായിട്ടേ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുള്ളൂ ഓരോ ആവൃത്തിയും. അങ്ങനെ 11 ആവൃത്തി വായിച്ചു തീർക്കുക ഒരു വർഷക്കാലം കൊണ്ട്, 365 ദിവസങ്ങൾ കൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം മനഃശുദ്ധി ഉണ്ടാവും, ഹനുമൽ പ്രീതി ഉണ്ടാവും. ഹനുമാൻ സ്വാമി സന്തോഷിച്ചാൽ തന്നെ സകല രക്ഷയും കിട്ടുന്നതാണ്. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് സർവാഭീഷ്ട സിദ്ധിയും കിട്ടും. എല്ലാവിധത്തിലുള്ള ശുദ്ധിയും നമുക്ക് വന്നു ചേരും, കുടുംബസൗഖ്യം ഉണ്ടാവും. അപ്പോൾ തൃപ്രയാരപ്പൻ്റെ, പൊന്നുഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ ഈ ചെറിയ വോയിസ് നോട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, എല്ലാവരെയും ഭഗവാൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, ശ്രീരാമചന്ദ്ര, ആഞ്ജനേയ, നാരായണ നാരായണ നാരായണ.